കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായി. മൂല്യനിർണ്ണയത്തിന് കൊടുത്തയച്ച 71 ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത്. കോഴ്സ് പൂർത്തിയായിട്ടും MBA ഫലപ്രഖ്യാപനം നടത്താനാകാതെ സർവകലാശാല. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് സർവകലാശാല ഈ വിവരം അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വർഷമായി ഈ ഉത്തരക്കടലാസുകൾ കാണാതെ പോയിട്ട്. അധ്യാപകന്റെ പക്കൽ നിന്നുമാണ് ഉത്തരക്കടലാസുകൾ കാണാതെ പോയിരിക്കുന്നത്. 5 കോളേജുകളിൽ നിന്നായിട്ട് 71 വിദ്യാർത്ഥികളുടെ ഫിനാൻസ് വിഷയത്തിലെ അവസാന സെമസ്റ്റർ ഉത്തരക്കടലാസുകളാണ് ഇപ്പോൾ കാണാതായി വിവരം കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഗുരുതര വീഴ്ചയാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഈ മൂല്യനിർണ്ണയം നടത്തി തിരിച്ചു കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ 71 ഉത്തരക്കടലാസുകൾ കാണാതെ പോയിരിക്കുന്നത് എന്നുള്ള അധ്യാപകന്റെ പക്കൽ നിന്ന് കാണാതെ പോയിരിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. പക്ഷേ എത്തരത്തിലാണ് കാണാതെ പോയത്, എവിടെ വെച്ചാണ് കാണാതെ പോയത് എന്ന തരത്തിലുള്ള വിശദീകരണം ഒന്നും തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഉത്തരക്കടലാസുകൾ കാണാതെ പോയി എന്നത് കൂടാതെ തന്നെ വിദ്യാർത്ഥികളോട് വീണ്ടും ആ പരീക്ഷ എഴുതാനുള്ള ഒരു നിർദ്ദേശം കൂടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ 71 വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താൻ പോകുന്നുണ്ട്, ഉത്തരക്കടലാസുകൾ കാണാനില്ല തുടങ്ങിയ വിവരങ്ങൾ അറിയിക്കുന്നത്. ഇമെയിൽ വഴിയാണ് വിദ്യാർത്ഥികളെ ഈ വിവരം അറിയിച്ചത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വിജയം ഉറപ്പിച്ച് പല വിദ്യാർത്ഥികളും വിദേശത്തും മറ്റ് സംസ്ഥാനത്തേക്കും ഒക്കെ പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ വിദേശത്തടക്കം പോയി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊന്നും തന്നെ തിരിച്ചു വന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം, അതായത് അടുത്ത മാസം 7-ാം തീയതി സ്പെഷ്യൽ പരീക്ഷ എന്ന നിലയ്ക്കാണ് ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്. അന്നേ ദിവസം സ്ഥലത്തെത്തി പരീക്ഷ എഴുതാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഈ വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ടെങ്കിൽ ഓൾ പാസ് എന്ന ഒരു രീതിയാണ് അവലംബിക്കാറ്. പക്ഷെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി വീണ്ടും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്ന, വിദ്യാർത്ഥികളെ കഷ്ടത്തിലാക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നു എന്ന ചോദ്യമാണ് വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു വർഷത്തോളമായിട്ട് ഉത്തരക്കടലാസ് കാണാതെ പോയിട്ടും കഴിഞ്ഞ ദിവസം മാത്രമാണ് സർവകലാശാല അറിഞ്ഞത്. ഈ ഉത്തരക്കടലാസുകൾക്ക് എന്ത് പറ്റി എന്ന കാര്യത്തിലും കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാനും ഇതുവരെയും യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി എന്ത് തീരുമാനം, ഈ എക്സാം നടത്തും, ഇമെയിൽ സന്ദേശം വിദ്യാർത്ഥികൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ പലരും വരാൻ കഴിയില്ല എന്നുള്ള പ്രതിസന്ധി ഈ യൂണിവേഴ്സിറ്റി അടക്കം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം, മാറ്റം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. 5 കോളേജുകളിലെ 71 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ഉത്തരക്കടലാസുകൾ കാണാതെ പോയതിനാൽ വലിയ ബുദ്ധിമുട്ടിപ്പോൾ നേരിടുന്നത് എന്നുള്ളതാണ്. എക്സാമിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ ഉത്തരക്കടലാസുകൾ കാണാതെ പോയ സംഭവത്തിൽ അധ്യാപകനെതിരെ അടക്കം എന്തെങ്കിലുമൊക്കെ നടപടി കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ഒരു പാകപ്പിഴ ഈ വിഷയത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഗൗരവമേറിയ വിഷയം. ഇനി എന്ത് നടപടി ഇതിനെതിരെ സ്വീകരിക്കും, എവിടെ പോയി ഈ ചോദ്യപേപ്പറുകൾ, എന്താണ് ഉത്തരക്കടലാസുകൾ എവിടെ പോയി, ഉത്തരക്കടലാസുകൾക്ക് എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം അത് യൂണിവേഴ്സിറ്റി നൽകേണ്ടതായിട്ടുമുണ്ട്. രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. ആ മറുപടി എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. എക്സാമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നത് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഉത്തരക്കടലാസുകൾ തന്റെ പക്കൽ നിന്ന് കാണാതെ പോയി എന്ന് പറഞ്ഞ അധ്യാപകനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്.